വയനാട് പുത്തുമല ദുരന്തത്തിനു ശേഷം പുനരധിവസിക്കപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പമാണ് ഇന്ന് കരളുറപ്പുള്ള കേരളം. 17 ജീവിതങ്ങളാണ് അന്ന് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത്. ഇപ്പോഴും പുനരധിവാസ പദ്ധതികളിൽ ഉൾപ്പെടാത്തവർ ആ ഭാഗത്തു നിന്ന് തന്നെയുള്ളവരുണ്ട്. പുനരധിവാസ പദ്ധതി ഏതുവരെ എത്തി? 5 ആണ്ട് കഴിയുമ്പോൾ ആ ഓർമ്മകൾ മറച്ചുകൊണ്ട് അതിജീവനം ഏത് ഘട്ടത്തിലായിരിക്കുന്നു? ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് 7 മാസം കഴിഞ്ഞു. പുത്തുമലയായിരുന്നു, പ്രോപ്പർ പുത്തുമലയായിരുന്നു. അവിടെ നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഫ്ലഡ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ നോർമലി എല്ലാവരും പോയതുപോലെ തന്നെ വാടക വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരികയൊക്കെ ചെയ്തിരുന്നു, നോക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ആക്ച്വലി ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ മറ്റേ കൊടചൂടി വീടിനകത്തിരിക്കേണ്ട ഒരവസ്ഥയാണ്. അതിലിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഗവൺമെന്റ് ഭാഗം ക്ലിയർ ആക്കിയെന്ന് ഗവൺമെന്റ് പറയുമ്പോഴും ഇതിൽ പണി ചെയ്യിപ്പിച്ച ആള് എങ്ങനെയാണ് ചെയ്യിപ്പിച്ചതെന്ന് നമുക്കറിയത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് തന്ന പൈസ അവരെന്തായാലും തിരിച്ചു ചോദിച്ചിട്ടാണ് ഈ വീട് നമുക്ക് തരുന്നത്. ആ പൈസ തിരിച്ചു കൊടുത്തേച്ച് നമുക്ക് വീടും ഒക്കെ നമുക്ക് എന്താ പറയുക, ബഹുമാനപ്പെട്ട അദില അബ്ദുള്ള മാമ നമുക്ക് താക്കോല് തന്നു, ഒക്കെ ചെയ്തു. നമുക്കൊരു വീടായി. പുറത്തുനിന്ന് നോക്കുമ്പോൾ പുത്തുമലക്കാർക്കൊരു വീടായി എന്നുള്ളൊരിത് മാത്രമേ പുറത്തുനിന്ന് കാണുമ്പോൾ. പക്ഷെ ഇതിൽ താമസിക്കുന്നവർക്കറിയാം എന്തോരം ഒരു വീട് കിട്ടി നമ്മളവിടെ എന്താ ഓക്യുപ്പൈ ആകുമ്പോൾ നമ്മളവിടെ താമസിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആ വീട്ടിനുള്ളിൽ അനുഭവിക്കുക എന്നുള്ളത്. ശരിക്കും ഒരു എന്താ പറയുക, കുടുംബ പ്രശ്നം എന്നല്ല, ഈ വീടിലൂടെ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയങ്ങളിലേക്ക് നമ്മൾ അതിലേക്ക് കടക്കാം. നിങ്ങളുടെ ഗ്രാമം, നിങ്ങളുടെ നാട് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് വരേണ്ടി വന്നതായിട്ട് വന്നു. ഏത് രീതിയിലുള്ള അനുഭവങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായത്? വെള്ളം വരുന്നത് കണ്ടിട്ട് ഒരു വലിയൊരു ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോഴേക്കും ഞങ്ങളുടെ പപ്പ പറഞ്ഞു, മോളെ പെട്ടെന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മോനുണ്ട്, 1.5 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും കുട്ടിയെ എടുത്തോണ്ട് പെട്ടെന്ന് ഓടാൻ പറ്റത്തില്ല. അങ്ങനെ പപ്പ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴേക്കും ഏകദേശം നമ്മുടെ അമ്പലത്തിനടുത്തേക്ക് വെള്ളം എത്തി. അവിടെ നമുക്ക് കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മുന്നിൽ വെള്ളം എത്തി. ഞങ്ങളെല്ലാവരും തൊട്ടടുത്ത് അബു എന്ന് പറയുന്ന ഒരു കാക്കാൻ്റെ അടുത്തേക്ക് ഓടിക്കേറി അവിടുന്ന് നമ്മൾ ലൈവ് കണ്ടതാണ് ഹാജ്രാത്ത പോകുന്നത്. ഹാജ്രാത്ത ലൈവ് ആ വെള്ളത്തിൽ പോകുന്നത് കണ്ടതാണ്. അതുവരെ നമുക്ക് വീട് ഞങ്ങൾ വെറും നിസ്സഹായരായിരുന്നു അന്നേരം. അപ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോകുന്ന നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ വീടോ വസ്തുക്കളോ ഒന്നും അല്ല. അന്നേരം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോയല്ലോ, അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതുപോലെ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര്, അതൊന്നും നമുക്ക് ഇവിടെ വന്ന് നമ്മൾ താമസിക്കുന്നെങ്കിൽ പോലും നഷ്ടം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ഉമ്മ ഓർക്കണ എങ്ങനെയാ ആ സമയം? ഓർക്കുന്നത് വിഷമം തന്നെ. ഇപ്പോഴും അത് ആ വിഷമത്തിൽ തന്നെ. വിഷമങ്ങളില്ലായിരിക്കില്ലല്ലോ ഞങ്ങൾക്ക്. നമ്മളെ കണ്ടമാനം മുതലുകളും പോയി, 4-5 വീടും പോയി, എല്ലാം പോയി കടന്ന് കുടുംബങ്ങളും നാട്ടുകാരും എല്ലാം പോയില്ലേ. അതിൽ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കില്ലല്ലോ. എത്ര കാലം ആയി പുത്തുമലയിൽ താമസം? ഞാൻ ജനിച്ചത് അവിടെ 60 കൊല്ലം ഞാൻ അവിടെ ഇരുന്നിക്കണം. 61ാമത്തെ കൊല്ലത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുവരെ അവിടെ തന്നെ ആയിരുന്നു. അങ്ങനത്തെ ഒരു മഴ അന്നത്തെ മഴ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. അത്രയും വലിയൊരു മഴയാണ് അന്ന് പെയ്തത്. നാട് വിട്ടു പോകേണ്ടതായിട്ട് വന്നു. പോകേണ്ട ഗതികേടിലേക്ക് എത്തി. അതന്നെ ഏറ്റവും വലിയൊരു വിഷമം. ആ നാട്ടിലിപ്പോ ആരും ഇല്ലല്ലോ, എല്ലാവരും പോയി. അവിടെ ഇപ്പൊ താമസിക്കാൻ പറ്റൂലല്ലോ, താമസമല്ല. ഒന്നാമത് കറണ്ട് ഇല്ല. 4-5 വീട് അവിടെ ഉണ്ട് പറഞ്ഞിട്ട് കറണ്ടും കൊടുക്കൂല അറിഞ്ഞ്. അങ്ങനത്തെ ഉള്ള വിഷമത്തിലുണ്ട്. പരിചയമുള്ളവരാണോ ഈ അപകടത്തിൽ പെട്ടത്? എന്റെ കുടുംബം തന്നെ എന്റെ അമ്മായിന്റെ മോനാണ്, അവരുടെ ഭാര്യയാണ് ഇതായി നിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് പോയി. എന്റെ സ്വന്തം അടുത്തുള്ള വീട് എന്റെ മരുമാള് വാപ്പിയാണ്. അത് പോയി. പിന്നെ നാട്ടുകാരാറിട്ട് കാര്യമില്ല, ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ അവിടെ കഴിയുന്ന ആൾക്കാരാണ് എല്ലാവരും. ഞങ്ങൾക്ക് അവിടെ ജാതി മതമൊന്നും ഞങ്ങൾ നോക്കൂല. ഞങ്ങൾ നല്ല ഐക്യത്തിൽ പോകുന്ന ആൾക്കാരായിരുന്നു. എല്ലാ കാര്യത്തിലും വളരെ സന്തോഷത്തിലും സ്നേഹത്തിലും പോയിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ എത്ര കാലമായി ഇങ്ങോട്ടും താമസം മാറിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് 8 മാസം കഴിഞ്ഞു. അതിന് മുമ്പ് വാടക വീട്ടിലായിരുന്നു? വാടക വീട്ടിലായിരുന്നു. ഇവിടെ എത്തുമ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ മഴ വരുമ്പോഴൊക്കെ ഭയങ്കര വിഷമം തന്നെയാണ്, ഭയങ്കര ടെൻഷനായിട്ട് തന്നെയാണ്. എന്തായാലും ഞങ്ങൾക്ക് അവിടുത്തെ ഒരു സുഖജീവിതം ഇവിടെ ഇല്ല. ചുരുക്കം അത് പറഞ്ഞാൽ പോരാ. നാടിന്റെ ഇത് വിഷമം ഞങ്ങൾക്ക് നല്ലുണ്ട്. നാട് ഞങ്ങളെ വിട്ടു പോയത്. പക്ഷെ നമുക്ക് ആ നാട്ടിലേക്ക് തിരിച്ചു പോകാവുന്നൊരു സ്ഥിതി ഇല്ല താനും. അത് ഉണ്ടാവില്ലല്ലോ.
ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പുത്തുമലയെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വളർന്ന നാടൊക്കെ ഇത്രയും വർഷത്തിന് ശേഷം ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ആൾക്കാരൊക്കെയാണ് സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് ആ സമയം ആലോചിക്കുന്നത് നിങ്ങൾ? ഇപ്പോൾ നേരത്തെ ഉമ്മ പറഞ്ഞ പോലെ, അതായത് ഞങ്ങളവിടെ ജാതിയോ മതമോ രാഷ്ട്രീയം ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അത്രയും ഒരു ഇതിൽ ജീവിച്ച ആളുകളാണ്. പെട്ടെന്ന് ഒരു മഴ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പോലെ ഒരു മഴ ഒരേ ഇതിൽ ഒരു 8 ദിവസം ഒരുമിച്ച് പെയ്യുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മാനസികമായി ഇപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ ഞങ്ങൾ എവിടെ എത്തിയാലും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ഒരു 90% എല്ലാവരും ഹാപ്പിയാണ്. അതായത് ഇപ്പോൾ പല സ്ഥലത്തും ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ ഈ ഒരു പുത്തുമല പച്ചക്കാടിന് കിട്ടിയ പോലെ എവിടെയും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. മൊത്തത്തിൽ ഞാൻ 1-2 സ്ഥലത്തൊക്കെ പോയപ്പോൾ എന്നാലും ഫുള്ളായിട്ടൊന്നും ആയിട്ടില്ല. കുറേ വീടുകൾ ചോർച്ചയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ നാട് വിട്ട് വന്ന ഒരു ഇത് എന്തായാലും ഞങ്ങളാരും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഒരു ഉമ്മാനെ വിട്ടു വന്ന പോലെ തന്നെ ഞങ്ങളെല്ലാവരും മനസ്സിലിപ്പോൾ ഉള്ളത്. ആ ഒരു വലിയ വിഷമം ഞങ്ങളെ ആരുടെ മനസ്സൊന്നും പോയിട്ടില്ല. ഞാൻ വരുമ്പോൾ ഒരു 3 മണിയായി. അതായത് എന്താ കാരണം വെച്ചാൽ ഇവളന്ന് 90 ദിവസമായ കുട്ടിയാണ്. അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതായി. അപ്പം ഞങ്ങൾ അങ്ങനെ നിന്ന് ഇങ്ങനെ ആവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും മുകളിൽ നിന്നൊക്കെ, ഞങ്ങൾ കുറച്ച് താഴെയാണ് ഞങ്ങളെ വീട്, ഞങ്ങളെ പള്ളീൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ, എല്ലാവരും പോയല്ലോ, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ ഈ കുട്ടീനെയും കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടീൻ്റെ ഉമ്മാൻ്റെ ഉപ്പ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കുട്ടികളായിട്ട് ഒന്ന് വരണം, ഞാൻ വണ്ടിയും കൊണ്ട് വരാറുണ്ട്. അങ്ങനെ കുട്ടികളായിട്ട് വണ്ടിയായിട്ട് വന്നപ്പോൾ പിന്നെ ഒരു 3 മണിയായി. അപ്പോൾ കുട്ടികളെ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ട് പിന്നെ വീട്ടിൽ തന്നെ തിരിച്ച് വന്നു. അപ്പോൾ വീടിൻ്റെ ഉമ്മറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ എന്താക്കി ഞങ്ങൾ കുണ്ടന്മാരൊക്കെ വന്ന് കുറേ ചെറുക്കന്മാർ വന്നിട്ട് ഞങ്ങളങ്ങോട്ട് കൊടുന്ന് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ പുത്തുമല ബാലവാടി ഉണ്ട്. ആ ബാലവാടീൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒന്നായിട്ട് പൊട്ടി വരികയാണ്. അത് കണ്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ച എവിടെയും നമ്മൾ കണ്ടില്ല. ഇങ്ങനെ പല സ്ഥലത്തും നമ്മളിങ്ങനെ TV വാർത്തയിലൊക്കെ കാണുകയെന്നല്ലാതെ ഭയങ്കരമായ സൗണ്ടിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കൊടുത്തു വിട്ടിട്ട് വഴിക്ക് എത്തിയിട്ടുള്ളൂ. അങ്ങനെ ഈ കുട്ടികളെ ഇങ്ങോട്ടാണ് പോയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ചായക്കാട്ടിൽ കൂടെ കൂടി വരുന്നത് കണ്ട് ഈ ഒരു കാറിൽ 2 ആളുണ്ട്. ആ കാർ അങ്ങനെ ഇങ്ങോട്ട് ഈ മല വന്നങ്ങോട്ട് മൂടി. അത് ആ ഒരു കാഴ്ച കണ്ട് മറക്കാൻ പറ്റാത്ത. പിന്നെ അങ്ങനെ ഇറങ്ങിപ്പോയി ചായക്കാട്ടിൽ കൂടെ ബാലവാടിൻ്റെ അവിടെ മേലക്കാണ്ട് കയറിയപ്പോൾ പിന്നെ 2 പൊട്ട് പിന്നെയും വന്നു. അങ്ങനെ 3 പൊട്ട് വന്നു. അത് കണ്ട് ഇത്രയ്ക്ക് വിഷമാണെന്ന് എനിക്കറിയാം. എന്നാലും ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടത്തെ കാര്യം കുഴപ്പമില്ല. ഇവിടത്തത് വീടും കാര്യങ്ങളും ഒക്കെ ആണ്. അങ്ങോട്ട് പോയിരുന്നോ എപ്പോഴെങ്കിലും? പുത്തുമലയിലും പോയി ഒന്ന് കണ്ടിട്ട് വരും എന്നുള്ള രീതിയിൽ. അന്നത്തെ ആ ദിവസം അന്ന് ഞാൻ ഉണ്ടായിട്ടില്ല. എവിടെയായിരുന്നു? ഞാൻ ഹോസ്പിറ്റലിൽ. ഓ, അത് ശരിയാ. പോയത്. അങ്ങനെയാണ് ഇവര് രക്ഷപ്പെട്ടത്. ഓ, അത് ശരി. ഇത്തടെ ആരൊക്കെയാണ് പോയത് അന്ന്? വേണ്ട, പോട്ടെ, ഇത് പറയാവുന്ന ഇതിലല്ല. അതിന് ഓർക്കുന്തോറും ബുദ്ധിമുട്ട് വരുന്ന, ഓർക്കുന്തോറും ആലോചിക്കുന്തോറും ബുദ്ധിമുട്ട് വരുന്ന ഒരു വിഷയം. റുക്കിയ താത്ത അല്ലേ? പറഞ്ഞു കേട്ട്. അപ്പം എത്ര കാലം ആയി പുത്തുമലയിൽ ഉണ്ടായിരുന്നു? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജനിച്ച നാടും അവിടെയാണ്, വളർന്നതും അവിടെയാണ്, പഠിച്ചതും അവിടെയാണ്, കല്യാണം കഴിഞ്ഞതും അവിടെയാണ്, മക്കളും കുട്ടികളും അത് അവിടെയാണ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞമാർക്ക് 60 വയസ്സ് കഴിയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് പോരുന്നത്. ആ സമയം ഓർമ്മയുണ്ടോ? പിന്നെന്താ, സമയം ഓർമ്മയുണ്ട്. കണ്ണീരോടുകൂടി ഇറങ്ങി വരുന്ന, പിന്നെ കയറി ചെല്ലണ ക്യാമ്പിലേക്കല്ലേ. അല്ല, ഇത് പൊട്ടി വരുന്ന സമയത്ത് താത്ത നിന്ന് നോക്കിക്കാണി പറഞ്ഞാൽ നമ്മളെ അടുത്തുള്ള ഒരു അബു പറയും, അവന്റെ അയൽവാസിന്റെ വീട്ടിൽ നിന്നിട്ടാണ് നമ്മളത് കാണുന്നത്. നമ്മളൊരു പേരക്കുട്ടിയും വീടടക്കം വെള്ളത്തിൽ പോയി. ദൈവാനുഗ്രഹം കൊണ്ട് അതിനെ നമുക്ക് ജീവനോടെ കിട്ടി. തീരാത്തൊരു വേദനയാണ്. നമ്മൾ പെറ്റു വളർന്ന നാടല്ലേ, അതൊക്കെ ഇട്ടെറിഞ്ഞ് വരുമ്പോ വിഷമം തന്നെയാണ്. പോയിരുന്നോ വല്ലപ്പോഴും? അങ്ങോട്ട് പോയിരുന്നോ? ഇടയ്ക്ക് പോയി കാണലുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, അടുത്തൊന്നുമില്ല. ഇപ്പൊ ഇവിടെ എല്ലാരും കൂടെ ഇങ്ങനെ ചേരുമ്പോ അതൊരു വേറൊരു പുത്തുമല പോലെ. അതെ, നമ്മളെ ആൾക്കാരെല്ലാരും കൂടി കാണുമ്പോ അത് മനസ്സിനൊരു സമാധാനമുണ്ട്. ഒറ്റപ്പെടുമ്പോ അത് ഭയങ്കര ദുഃഖം തന്നെയല്ലേ. അന്ന് ഉണ്ടായിരുന്ന എല്ലാരും ഇവിടെ ഉണ്ടോ?
ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട്. കുറേയൊക്കെ പല ബൈക്കുകളായി തിരിഞ്ഞു. നമ്മൾ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ അങ്ങനെ പോയി. ഇപ്പം നമുക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചോരുന്ന വീടാണ്. അതിനെന്തേലും കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ചാനലുകാരൊക്കെ വന്ന് എല്ലായിടത്തും ഉണ്ടോ പ്രശ്നം? എല്ലാ വീടുകൾക്കും ഉണ്ട്. 3 മാസമാണ് ഞാൻ ഊരൻ്റെ എല്ല് പൊട്ടിയിട്ട് കിടന്ന് അകത്ത് വീണിട്ട് വെള്ളം ചവിട്ടിയിട്ട്. അപ്പം അതിന് നമുക്കൊരു പരിഹാരം കാണണം. അതാണ് നമുക്ക് മെയിൻ. നമുക്ക് സ്വന്തമായിട്ട് ചെലവാക്കാൻ ഒരു നിവൃത്തിയില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ കുഴപ്പമില്ല, നല്ല സുന്ദരമായ വീട്. പക്ഷെ ഉള്ളിൽ ആ 2 വാർപ്പിൻ്റെ റൂം മാത്രം കുഴപ്പമില്ല. മറ്റതാ ഓട് മേഞ്ഞത് ഫുള്ളും വെള്ളമാണ്. ചാക്കും പുതപ്പുകളും പാത്രങ്ങളൊക്കെ വെക്കും, അതങ്ങനെ ഒഴിവാക്കി കളയും. കുഞ്ഞു മക്കളൊക്കെ ഉള്ളതല്ലേ. എല്ലാ വീടിനും ഈ പ്രശ്നമുണ്ട്. ഉണ്ട്, എല്ലാ വീടിനും ഉണ്ട്. കഴിഞ്ഞ ലോലം എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരാ പറഞ്ഞു. പിന്നെ ആ വൈക്ക് വന്നതേ അല്ല. ഇപ്പം മഴ വന്നപ്പോൾ വീണ്ടും നമ്മൾ ആ അനുഭവം തന്നെയാണ്. അപ്പോൾ മഴ വരുമ്പോൾ ഈ ഒരു പേടിയും വരുന്നുണ്ട്. പിന്നെന്താ, ഈ വീടുകൾക്ക് എല്ലാ വീടുകൾക്കും ഈ ചോർച്ചയുണ്ടോ? ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നോ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല? നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇതെല്ലാം സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെ പല ആളുകളും സൂചിപ്പിച്ച അനുസരിച്ചാണ് ഇത് കണ്ടോ, ഇതുപോലെ 1-2 വീടുകൾ പകുതിയിൽ നിർമ്മാണം നിർത്തി പോകേണ്ടി വന്നു അശാസ്ത്രീയമായിട്ട്. ഇതിൻ്റെ രൂപകൽപ്പന തന്നെ ശരിയായ രീതിയിലുള്ള അല്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വെള്ളം അകത്തേക്ക് വരുന്ന രീതിയിൽ കാര്യമായിട്ടുള്ള പ്രൊജക്ഷനോ കാര്യങ്ങളോ ഇല്ലാതെ ആ ചെരിഞ്ഞ റൂഫൊക്കെ. അപ്പോൾ ഇത് അന്ന് തന്നെ ഞങ്ങൾ ഇതിൻ്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതല്ല, അപ്പോൾ ഇത് മതിയല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ഇവരൊക്കെ ഭരിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. ആ ഓർമ്മയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊരു ടെൻഷൻ വരും. വെള്ളം അതേ ഓർമ്മകൾ, അത് ദുരിതം അവരെ വിട്ടുപോകാത്ത രീതിയിലല്ല ആ ഓർമ്മകൾ വരുന്നത്. ഇപ്പോൾ ആ ഉമ്മ തന്നെ കരഞ്ഞല്ലോ, അവരുടെ ജീവന് മണ്ണിനടിയില്ല, ഇനിയും തിരിച്ചു കിട്ടിയിട്ട് പോലുമില്ല, ശരീരം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ അതേ ദുഃഖം ഞങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയാണ്. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം പോലെ തന്നെ ഞങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങളെ ആ ഓർമ്മ തേട്ടി വന്നു. ഭയങ്കര വിഷമമുണ്ട് ഞങ്ങൾക്കും. കാരണം ഞങ്ങളന്ന് അവിടുത്തെ പ്രാദേശിക പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ആളുകളൊക്കെ മാറ്റുമായിരുന്നു ഈ അപകടാവസ്ഥയുള്ള സ്ഥലത്തു നിന്നൊക്കെ. അപ്പോഴാണ് ഞങ്ങൾ ഈ പുത്തുമല ഈ ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത്. പെട്ടെന്ന് അറിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോകുമ്പോഴത്തേക്ക് കുറേ പാടികളൊക്കെ വീടുകളൊക്കെ ഇല്ലാതായി, ഇങ്ങനെ കൊഴുത്ത മണ്ണ് ഒഴുകിക്കൊണ്ടിരിക്കുക. എല്ലാ വീടുകൾക്കും ഈ പ്രശ്നം വരിക അതൊന്നോ 2 വീടുകൾക്ക് മാത്രം, എല്ലാ വീടുകൾക്കും പ്രശ്നം വരുന്നത് പുത്തുമല ദുരന്ത ബാധിതരെ സർക്കാർ തീരെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ? സർക്കാർ തീരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഒരു 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, പുനരധിവാസം നടന്ന പ്രദേശമാണത്. മറ്റൊന്ന്, നമുക്ക് നഷ്ടപ്പെട്ട സ്ഥലവും. ഈ 2 സ്ഥലത്തെയും 2 തരത്തിൽ പരിഗണിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഈ പുത്തുമലയ്ക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് വേണമെന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ഡിമാൻഡ്. അപ്പോൾ ഏകദേശം ആ കാലഘട്ടത്തിൽ ഒരു 7000 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 100 കോടി രൂപ ഈ പുത്തുമലയ്ക്കും തൊട്ടടുത്ത് അന്ന് പ്രളയം സംഭവിച്ച കവളപ്പാറയിലേക്ക് ഒരു 100 കോടി രൂപ മാറ്റിവെച്ചാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രയാസം ഇവർ അനുഭവിക്കുന്നു. നമ്മളിവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും സംതൃപ്തരാണ്. പക്ഷേ കുറേ പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കുന്നതോടുകൂടി അവരുടെ പ്രയാസങ്ങൾ കുറേയൊക്കെ മാറും. അപ്പോൾ ഇവിടെ 1 കോടി രൂപ എളമരം കരീം MP-യുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതും പൂർണ്ണമല്ല, ഡ്രൈനേജുകളൊന്നും പൂർണ്ണമല്ല. ഞങ്ങൾ പുത്തുമല സ്ഥലം നഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ഒരു 7 കുടുംബങ്ങളോളം ഉണ്ട്, 7-8 കുടുംബങ്ങളോളം ഉണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ സ്ഥലം നഷ്ടപ്പെട്ടതിന് ഒരു നഷ്ടപരിഹാരമോ സ്ഥലം തരുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കുറേ താമസിക്കുന്നത് ഞാനിപ്പോ ഇവിടെ തറവാട്ടില്ല, സ്വന്തം വീടല്ല, തറവാടാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് പറഞ്ഞാൽ 7 കുടുംബങ്ങളോ 7-8 കുടുംബങ്ങളുണ്ട്. ഇങ്ങനെ കുറെ ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ആരും ഇതുവരെ എന്താ വന്ന് അന്വേഷിക്കുക, ഞങ്ങൾക്ക് സ്ഥലത്തിന് വേണ്ടിയുള്ള കുറച്ചു പേർക്ക് വീട് കൊടുത്തു, അതിനുശേഷം ബാക്കിയുള്ളവരുടെ കാര്യം ഒന്നും ഇതുവരെ ഒരു തീരുമാനം ആക്കി തന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് പറയുന്നത് ഇവിടെ ഇത്രയും സ്ഥലം ബാക്കിയുണ്ടല്ലോ, ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇത്രയും സ്ഥലം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും തരണമെന്ന്, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോ ഓരോ സമയത്ത് ആൾക്കാർ 2 വർഷം മുമ്പ് സമരത്തിലിരുന്നതാണ്. അപ്പൊ നിങ്ങളെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനം ആക്കി തരാന്ന് പറയല്ലാതെ വേറെ ഒരു നടപടി ഇതിന് തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ പുത്തുമലക്കാരെ മറന്നുപോയി സർക്കാർ എന്നുള്ളൊരു സ്ഥിതിയിലാണോ? ആണ്, തീർച്ചയായും അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം വന്നത്. ആ സമയത്ത് എന്തായാലും ഇവിടെയുള്ള താമസിക്കുന്ന ആൾക്കാരോട് എന്തായാലും കാര്യങ്ങൾ ചോദിക്കുമല്ലോ. പക്ഷെങ്കിൽ കളക്ടർ ഞങ്ങൾ പറയാൻ വന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല അന്ന്. അത് ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. കാരണം വന്ന സ്ഥിതിക്ക് നമ്മളെ കാര്യങ്ങൾ അറിയാവുന്നത് കളക്ടറെ
ഉത്തരവാദിത്തമാണ്. നിർമ്മാണത്തിലെ എവിടെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണോ വിഷയം? തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ച് അവർക്കൊരു വീട് വെച്ച് അവരെ മാറ്റി താമസിപ്പിക്കുമ്പോൾ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവർ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമുക്ക് തന്നെ അതിലേറെ ദുഃഖവും തോന്നും. കാരണം അവർ ഈ മഴയുടെ വലിയ മഴക്കാലം വരുമ്പോൾ വീണ്ടും നനഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അവരെ പ്രയാസപ്പെടുന്നു. അത് പരിശോധിച്ച് അത് തിരുത്തേണ്ടതുമാണ്. പുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഇരകൾ തന്നെ സൂചിപ്പിക്കുകയാണ്. ഒരു ദുരന്തം കഴിഞ്ഞിട്ട് അവർ അതിൽ നിന്ന് മോചിതരാവുകയും മറ്റൊരു ഇടത്തേക്ക് പുത്തുമല പുനഃസ്ഥാപിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് പുനരധിവസിപ്പിച്ച വീടുകളിൽ താമസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ചോദിച്ചത് ആ വിഷയം നമുക്ക് ഇപ്പം കളക്ടറുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്നു പോലുമില്ല എന്നുള്ള ഒരു പരാതി പറഞ്ഞു നിർത്തുന്നു. ജനപ്രതിനിധികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്ത് നിലപാടാണ്? തീർച്ചയായും അവരുടെ ഈ പരാതി MLA-യുടെ മുമ്പിലും അതുപോലെ പഞ്ചായത്തിന് മുമ്പിലൊക്കെ ഞങ്ങൾ എത്തിക്കും. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഈ വിഷയം പറഞ്ഞതായിരുന്നു. ഇതിൻ്റെ ഈ പറയുന്ന പ്ലാൻ ഇത് അശാസ്ത്രീയമാണ് എന്ന് ഞങ്ങൾ തുടക്കം മുതലേ തന്നെ സൂചിപ്പിച്ചിരുന്നു. കാരണം ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോയാൽ മറ്റൊരു പുത്തുമല വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യം, ഇവിടെ ഉമ്മമാരൊക്കെ കണ്ണുനീരോടെ തന്നെ പറയുന്നു ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്നില്ല, കുട ചൂടി അകത്തിരിക്കണമെന്ന് പറയുന്നു. അതുപോലെ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു വിഷയമുണ്ട്, വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം, മനഃപൂർവ്വം ബോധപൂർവം ഒഴിവാക്കപ്പെട്ട ഒരു വിഷയം. ഈ പുത്തുമല ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് 2018 വരെ പ്രകൃതി ദുരന്തങ്ങളിൽ ഭൂമിയോ അതല്ലെങ്കിൽ അവരുടെ മറ്റ് വസ്തുക്കളോ നഷ്ടപ്പെട്ടാൽ സർക്കാർ അതിന് നഷ്ടം കണക്കാക്കി റവന്യൂ വകുപ്പ് നഷ്ടം കൊടുക്കുമായിരുന്നു. പക്ഷേ 2018 ശേഷം കേരളത്തിലെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ ഭൂമിയോ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങളോ നഷ്ടപ്പെട്ടാൽ ഒരാൾക്കും 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഇവിടെ സൂചിപ്പിച്ച ഒരു 7 കുടുംബങ്ങളുണ്ട്. അവർ 5 സെൻറ്റും 10 സെൻറ്റും ഭൂമി അവരുടെ വീട് വെക്കാനുള്ള ആവശ്യത്തിന് വാങ്ങിയ ആളുകളാണ്. അവർക്ക് മറ്റൊരു സംവിധാനമില്ല. നിരന്തരമായി അവരിവിടെ മാസങ്ങളോളം കുടില് കെട്ടി സമരം ചെയ്തതാണ്. എല്ലാ 7 കുടുംബങ്ങളാണോ ഇപ്പൊ അവിടെ 7 കുടുംബം, കൃത്യമായി രേഖകളുള്ള 7 കുടുംബങ്ങളാണ് പുനരധിവാസ പദ്ധതിയിൽ പെടാത്തത്. ആ കുടുംബങ്ങളെ നിർബന്ധമായും പുനരധിവസിപ്പിക്കണം. MLA-യുടെ സാന്നിധ്യത്തിൽ ഇവിടുത്തെ സ്പോൺസർമാർ ഇവർക്ക് സ്പോൺസർ ചെയ്ത ആളുകൾ വെച്ച് സംസാരിച്ചതാണ്. അവരോട് ചെയ്യുക, അവർക്ക് ഇനി അത് പറ്റില്ല. പക്ഷെ ഈ വീടുകളുടെ ചോർച്ച നിർത്തിയില്ലെങ്കിൽ സാധാരണ ചെറിയൊരു പൈസ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ചോർച്ച നിർത്താൻ പറ്റില്ല. ഇതിന്റെ പ്ലാനിൽ വന്ന അശാസ്ത്രീയമായ പ്ലാന് സൈഡിലേക്ക് ഇറക്കി കിട്ടിയ അതിലേക്ക് മഴവെള്ളം അടിച്ചിട്ടാണ് ഈ ചുമരിലേക്ക് എല്ലാ വീടുകളും ചോർച്ച ഉണ്ട്. അപ്പൊ അതായത് ഹർഷം പദ്ധതിയിലുള്ള എത്ര വീടുകളാണുള്ളത്? 52. 52 വീടുകൾക്കും 52 വീടുകളിലും ചോർച്ച ഉണ്ട്. ചില 2-3 വീടുകളിൽ ചോർച്ചയില്ല. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് പൊളിക്കപ്പെട്ടത്. ഇതിന്റെ പണി തുടക്കത്തിൽ തന്നെ ഞാൻ തഹസിൽദാറായ ഹാരിസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇങ്ങനെ പണി അശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഈ വർക്കിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് ഞാനിത് കണ്ടപ്പോൾ തന്നെ വിളിച്ചു വന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് ഗുണഭോക്താക്കളുടെ പ്രശ്നമല്ലല്ലോ, പിന്നെ താങ്കൾക്ക് എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഞാൻ ആരാ എന്താന്ന് പറയാതെ ഞാൻ ഗുണഭോക്താവിനെ വിളിച്ചു, സംസാരിച്ചു, കാണിച്ചു കൊടുത്തു. അങ്ങനെ ഗുണഭോക്താവാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് ഈ സംഭവം പിടിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഈ 5 വീട് ഒഴിവാക്കപ്പെട്ടു. അതിനുശേഷമാണ് മരവാർകോട് ഒരു 15 വീടിന് പണി ഏറ്റെടുക്കുന്നത്. ആ സമയത്ത് അപ്പോൾ എൻ്റെ ഏട്ടന് ഇവിടെ വീട് അനുവദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഏട്ടനന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട് കലക്ടറേറ്റിൽ മീറ്റിങ്ങിന് ഞാനാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ സംസാരിച്ചു. ഈ 8 ലക്ഷം വീട് 8 ലക്ഷം രൂപയാണ്. 4 ലക്ഷം സർക്കാരിൻ്റെയും 4 ലക്ഷം സന്നദ്ധ സംഘടനയുടെയും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു 8 ലക്ഷം രൂപയ്ക്ക് ഈ വീട് പണിയെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങളിത് ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ താങ്കൾ ആരാ ചോദിച്ചു. അതായത് കലക്ടറേറ്റിലെ ഫിനാൻസ് ഓഫീസർ ദിനേശ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ ഏട്ടന് വരാൻ പറ്റൂല, ശശിധരൻ്റെ അനിയനാന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പിന്നെ താങ്കൾ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മലബാർ ഗോൾഡിൻ്റെ ആൾക്കാർ പറഞ്ഞു താങ്കൾ ഇവിടെ ഇരിക്കുമോ പറഞ്ഞു. താങ്കൾ ഇരിക്കുമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് വേണ്ട, ഇനിയിപ്പോൾ എന്നെ ഇറങ്ങിയ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഞാൻ അതൊന്ന് ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ ഇത് അധികാരികളിൽ നിന്നുള്ള പിടിപ്പുകേടിന്റെ ഫലമാണ് ഇവിടുത്തെ ദുരിതബാധിതർ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുട ചൂടിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അതിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഭരണസമിതി അതുപോലുള്ള ജനപ്രതിനിധികളും ഇവിടുത്തെ ഭരണകൂടം നമുക്ക് വേണ്ടതുപോലെ ചെയ്തു തരിക. നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു തന്നതിൽ നമുക്ക് അവരോട് നന്ദി പറയാം. ഒരു
ഒരു ചിത്രം വരച്ചു തന്നിട്ട് അതാണ് നിങ്ങളെ അത് ഒറിജിനലാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല. അതായത് തന്നു എന്നുള്ളൊരു വരുത്തി അത്രേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യം ഇവിടെ ഈ പ്ലാൻ ഒന്നാമത് ഇവിടെ പാളിപ്പോയി. രണ്ടാമത് ചെയ്തു പറഞ്ഞാൽ ഈ റോഡിന് എസ്റ്റിമേറ്റിൽ കംപ്ലീറ്റ് ഡ്രെയിനേജ് ഉള്ളതാ. റോഡിന്റെ 2 വശവും കോൺക്രീറ്റ് ഉള്ളതാ. ഇത് രണ്ടും ഇവർ ചെയ്യാതെ പോയി. കുറച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കെട്ട് കണ്ടില്ലേ, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ പറയല്ല, ഈ കെട്ട് കണ്ടില്ല. ഇതിപ്പോ മഴ പെയ്ത സമയത്ത് നാസർക്ക് ഇവിടെ ഇടപെട്ടിട്ട് കെട്ടി തന്നതാണ്. അതേപോലെ വാട്ടർ പ്രൂഫ് കഴിഞ്ഞ പ്രാവശ്യം, ഈ കൊല്ലല്ല, കഴിഞ്ഞ 2022 മഴ പെയ്ത സമയത്ത് MLA അത് സിദ്ദീഖ് അതുപോലെ ഭരണസമിതി ഇവരെല്ലാവരും വന്നിട്ട് ഇതിന്റെ വാട്ടർ പ്രൂഫ് അടിക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് കളക്ടർ ഓഫീസ് പോയപ്പോൾ അന്ന് ഇതിന്റെ ആൾക്കാരെന്താ പറഞ്ഞു വെച്ചാൽ സ്പോൺസർമാർ ഇനി ഞങ്ങൾക്ക് ആ പൈസ തരാൻ കഴിയൂല, ഇനി അവർ ചെയ്തോളൂ, അങ്ങനെ നടക്കുള്ളൂ. ഇതിൽ മെയിൻ ഇതിന്റെ മൊത്തത്തിൽ ഇതിന്റെ എന്താ പറയാ തുടക്കം മുതൽ പാളിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോ വിചാരിക്കും എന്താ ഒരു ചെയ്തതിൽ തന്നെ ചോർച്ചയുടെ വിഷയങ്ങൾ എത്ര കാലമായി മാധ്യമങ്ങളുടെ മുന്നിലും പരാതിയായിട്ട് വരാൻ ഇതിൽ താമസം തുടങ്ങി അന്ന് മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോൺസർമാർ ആരെങ്കിലും ഇടപെടിച്ചു കൊണ്ട് സർക്കാർ ഇതിലൊരു അടിയന്തരമായിട്ടൊരു നടപടി എടുത്തുകൊണ്ട് ഇതൊന്ന് ഇതാക്കുക, അതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ ഒരു പ്രധാന വിഷയം. അതെ, അത് തന്നെയാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ള അപേക്ഷയാ. കാരണം ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ വീടുകളിലും ചെറിയ മക്കളുള്ളതാ. എപ്പോഴാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെന്റിന് ഇനിയും എന്താണ് ഞങ്ങൾക്ക് നന്നായിട്ട് എന്താണ് ചെയ്തു തരാൻ പറ്റുക, അത് ഭരണസമിതി, അതായത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി, അവർ വെറുതെ വന്ന് നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവരിലൂടെ മാത്രമേ എന്താ പറയുക നമ്മുടെ സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തത്തുള്ളൂ, നമ്മുടെ സംസ്ഥാന ഭരണ സംവിധാനത്തിലേക്ക് എത്തത്തുള്ളൂ. ആദ്യം അവർ വന്നിത് കറക്റ്റ് പഠിച്ചിട്ട് വേണം ഞങ്ങളിങ്ങനെയാണെന്നുള്ളൊരു റിപ്പോർട്ട് അവർ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കേണ്ടതുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്, അവരെന്തെങ്കിലും ചെയ്തു തരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് മങ്ങാതിരിക്കട്ടെ.